ഇത് ബോഡി വാഷ്, കുളിക്കണമെങ്കിൽ കുളിക്കാം, നനയ്ക്കണമെങ്കിൽ നനയ്ക്കാം. പിന്നെ 2 സോപ്പ്, പിന്നെ 2 സോപ്പ് ടവൽ നമുക്ക് വയ്ക്കാൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ പുതിയ വ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് പാക്കിംഗ് ആണ്, ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. അപ്പൊ നമുക്ക് ബാഗ് പാക്കിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ആദ്യമായി നമ്മള് 3 ഷീറ്റ് എടുക്കുന്നുണ്ട്. ഒന്ന് രോഗിക്ക്, പിന്നെ 2 കൂട്ടുരോഗികൾക്ക് കിടക്കാൻ വേണ്ടി 2 ഷീറ്റ്. അങ്ങനെ നമ്മൾ 3 ഷീറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് അടുത്ത് നമുക്ക് എന്തെടുക്കാം? പിന്നെ നമ്മള് നൈറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ 2 നൈറ്റി എടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ലേബർ റൂമിലൊക്കെ ഇടാനും അങ്ങനത്തെ പരിപാടിയൊക്കെ വേണ്ടി നമ്മൾ 2 നൈറ്റി എടുക്കുന്നു. അതിന്റെ അടിയിൽ ഇടാനായിട്ട് നമ്മൾ പാവാട എടുക്കുന്നുണ്ട്, 2 പാവാട. പിന്നെ 2 തോർത്ത്, ഒന്ന് പേഷ്യന്റിനും ഒന്ന് കൂട്ടിരിപ്പുകാർക്കും. സോ എല്ലാം നമ്മൾ ഡബിൾ എടുക്കുന്നുണ്ട്, ആവശ്യം വരുമല്ലോ. ദെൻ ഇത് വെറും ഒരു പാന്റ് മാത്രം, നമുക്ക് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഉപയോഗിക്കാം. ഇതും അതുപോലത്തെ ഒരു പാന്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് എന്താ ഉള്ളത്? ഇത് നമുക്ക് തിരിച്ചിങ്ങോട്ട് ഇട്ടുകൊണ്ട് വരാനുള്ള ചുരിദാറാണ്. നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, എല്ലാം മതിയാവും. ഇത്രയും. പിന്നെ ഇത് വെച്ചില്ല, ഇതാണ് നമ്മുടെ ഫീഡിങ് നൈറ്റി എന്ന് നമ്മൾ പറയും. ഇത് നമ്മൾ 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, 3 എണ്ണം. സോറി ഗൈസ്, ഇതെ പറ്റി 1, 2 and 3. ഇത്രയാണ് ചേച്ചിക്കുള്ളത്. ഇനി നമുക്ക് കുഞ്ഞു വാവയ്ക്കുള്ളത് എടുക്കാം. അതിന് ആദ്യം നമ്മള് വൈറ്റ്. എനിക്കിത് ഐ തിങ്ക് സോ 97% പ്യുവർ വാട്ടർ ആണ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. ബേബിക്കുള്ള നമ്മൾ ആദ്യം മീതെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റിസീവിങ് ടവൽ, ഇത് വേണോന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും നമ്മൾ ഒരെണ്ണം പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നനച്ച് ഉണക്കി അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്തു. പിന്നെ ഉള്ളത് അണച്ചിലെന്നൊക്കെ പറയും മലയാളത്തിൽ. ഇങ്ങനെ അണച്ചിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതും നനച്ച് അലക്കി ഉണക്കി പറക്കി നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ സൈഡിലോട്ട് വെക്കും. ഇനി നമ്മൾ അടുത്തത്, ഇതിന്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ നമ്മളിപ്പം മേടിച്ചതാണ്. വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് 2 സോക്സ് എന്റെ ഇഷ്ടത്തിന് ഞാൻ മേടിച്ചതാണ്. ഓപ്പോസിറ്റ് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ പിന്നെ നമുക്കുള്ളത് ഒരു കുഞ്ഞുടുപ്പ്, വൈറ്റ് കുഞ്ഞുടുപ്പ്, 2 ടവല്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം, ഇങ്ങനെ മുഖം തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഒരു കളർ ഉടുപ്പ് ഞാൻ മേടിച്ചു, ലൈറ്റ് റോസ്. കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു. ഇത് ഡയപ്പറാണ് സംഭവം, അകത്ത് സ്പോഞ്ചൊക്കെ വെച്ച് റീയൂസബിൾ ഡയപ്പറാണ്. ദെൻ ടവൽ ഇത് നമുക്ക് തിരിച്ച് വീട്ടിൽ വരുമ്പോ ഇത് ഇട്ടോണ്ട് ഇങ്ങനെ വരാം എന്നാണ് വിചാരിക്കുന്നത്, അറിയത്തില്ല. അപ്പൊ നമുക്ക് തിരിച്ച് പാക്ക് ചെയ്യാം. ടവൽ ഇത്രയാണ് കുഞ്ഞോവയ്ക്കുള്ളത്. പിന്നെ ഇത് നമ്മുടെ മെറ്റേണിറ്റി സാനിറ്ററി പാഡാണ്. അതും നമ്മൾ ഒരു 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, ആവശ്യത്തിനധികം ഇരിപ്പുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ആവശ്യമുള്ള വസ്തുക്കൾ. അത് നമ്മളിവിടെ സൈഡിലായിട്ട് വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഡ്രസ്സായിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ആക്രിപ്പിക്കുന്ന സാധനങ്ങളിലേക്ക് പോവാം. സാധനങ്ങൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വെക്കുന്നത്.
ആ ഇങ്ങോട്ടേക്കട്ടെ ഒന്ന്. അതിന് നമുക്ക് കുറച്ച് ഐറ്റംസ്, വേറെ കുറച്ച് സാധനങ്ങൾ നോക്കാം. ഇത് ബോഡി വാഷ്, കുളിക്കണമെങ്കിൽ ഒക്കെ കുളിക്കാം, നനയ്ക്കണമെങ്കിൽ നനയ്ക്കാം. പിന്നെ 2 സോപ്പ്, പിന്നെ 2 സോപ്പ്, ചിരിപ്പിക്കാതെ തന്നെ. പിന്നെ പൗഡർ, നമ്മൾ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കണം. പിന്നെ ചീപ്പ്, തലകോത, ബണ്ണ്, ഇതെല്ലാം നമ്മൾ പുതിയതാണ്, ഒന്നും പഴയതല്ല. ചന്ദ്രികയുടെ ഹാൻഡ് വാഷ്, അതെപ്പോഴും വേണമല്ലോ. പേസ്റ്റ് 3 എണ്ണം, സോറി ബ്രഷ് 3 എണ്ണം, കൂട്ടിരിപ്പുകാർക്ക്, പേഷ്യന്റിന്, പിന്നെ വേറെ ആർക്കെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ചീപ്പ്, എല്ലാം ഫ്രഷ് ആണ്. പിന്നെ സെൻസോഡൈന്റെ ഒരു പേസ്റ്റ് ഇത്രയും മതി പല്ലേക്കാൻ തന്നെ. പിന്നെ പാത്രം കഴുകാനും ഉള്ള ഒരു ലിക്വിഡ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് ആക്രി ആയിട്ടുള്ളത് നമ്മൾ ഇവിടെ വയ്ക്കും, സ്ഥലം തരില്ല. ഇത് നമ്മളിങ്ങനെ ലോക്ക് ചെയ്യും. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചത്. നമ്മളിനി ഇത് ലോക്ക് ചെയ്യാൻ, ഈ ഫയല് കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ബാഗില് വെക്കും. ആ സാധനം അകത്ത് പോയി നിങ്ങൾ വേറെ ബാഗിൽ വെക്കുന്നതാണ്. പിന്നെ തേച്ച് തീരുങ്ങാനുള്ള സാധനവും ഒക്കെ നമ്മൾ വേറെ ബാഗിൽ വെക്കും. ഓക്കെ, നമ്മള് ക്ലോസ് ചെയ്യാണ്. നമ്മളിനി പെട്ടി തുറക്കുന്നത് ആശുപത്രി പോയതിന് ശേഷം. അപ്പൊ നമ്മള് ഇത് മാത്രം ഇതിന്റെ അകത്ത് വെക്കും, അത് കളയും. അതുകൊണ്ട് നമ്മൾ അതിന്റെ അകത്ത് വെക്കും. പാത്രങ്ങൾ, കുപ്പികൾ, ഗ്ലാസുകൾ ഒന്നും എടുത്തില്ല, പോവാറാകുമ്പോ എടുക്കാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.